ലോകം മുഴുവൻ വീണ്ടും ഒരു പശ്ചിമേഷ്യൻ യുദ്ധഭീതിയിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം വരും ദിവസങ്ങളിൽ ആഗോള സാമ്പത്തിക രംഗത്തെ എങ്ങനെ തകിടം മറിക്കുമെന്ന ആശങ്കയിലാണ് രാജ്യാന്തര സമൂഹം. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടപ്പെടാം. ഇതോടെ ഇന്ധനക്ഷാമവും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതുമൊക്കെ ഓർത്ത് ലോകരാജ്യങ്ങൾ നെഞ്ചിടിക്കുമ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് സമാധാനമായി വീട്ടിലിരിക്കാം. കാരണം പുറത്ത് ആര് തമ്മിലടിച്ചാലും നമ്മുടെ അടുക്കളയിലെ ഇന്ധനവും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയും ഇവിടെ പൂർണ്ണമായും ഭദ്രമാണ്. പ്രതിസന്ധികൾ വന്ന് തലയിൽ വീഴുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന പഴയ രീതിക്ക് ഭാരതം എന്നേ വിട പറഞ്ഞു കഴിഞ്ഞു. വെല്ലുവിളികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ കൃത്യമായി മുൻകൂട്ടി കണ്ട് രാജ്യത്തിന് ചുറ്റും അദൃശ്യമായിട്ടുള്ള ഒരു സുരക്ഷാ കോട്ട തീർക്കുന്ന മുൻകരുതൽ തന്ത്രമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിജയകരമായി നടപ്പിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 90 ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തിന്റെ എണ്ണ ഇറക്കുമതി നയത്തിൽ വരുത്തിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള ദീർഘകാല എണ്ണ കരാറുകളെ മാത്രം ആശ്രയിക്കുന്ന രീതി ഇന്ത്യ അവസാനിപ്പിച്ചു. യുദ്ധവും വിതരണ തടസ്സങ്ങളും ആഗോള വിപണിയെ ബാധിക്കാതിരിക്കാൻ നമ്മുടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ സ്പോട്ട് മാർക്കറ്റിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങുന്ന രീതിയിലേക്ക് മാറി. ചുരുക്കത്തിൽ ലോകം യുദ്ധകളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ത്യ വളരെ ശാന്തമായി ഗ്ലോബൽ ട്രേഡിംഗ് സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്മാർട്ടായി കാര്യങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിലെ മാത്രം ആശ്രയത്വം കുറയ്ക്കാൻ റഷ്യ, അമേരിക്ക, പടിഞ്ഞാറൻ ആഫ്രിക്ക തുടങ്ങിയ മേഖലകളിൽ നിന്ന് വൻ തോതിലാണ് ഇന്ത്യ ഇപ്പോൾ എണ്ണ എത്തിക്കുന്നത്. വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധികളെ പോലും തടയാൻ ബ്രസീൽ, ഗയാന, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള പദ്ധതികളാണ് നിലവിൽ ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം വരുത്തിയ മാറ്റങ്ങളെ ഇന്ത്യ സ്വന്തം ഊർജ്ജ സുരക്ഷയ്ക്കായി ഉപയോഗിച്ച രീതി ലോകം കണ്ടതാണ്. ഉക്രൈൻ ആക്രമണങ്ങളിൽ റഷ്യൻ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചപ്പോൾ അവിടെ ഉണ്ടായ ആഭ്യന്തര ഇന്ധനക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യയിൽ നിന്ന് വൻ തോതിൽ പെട്രോൾ അങ്ങോട്ട് കയറ്റി അയക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഇന്ധനശേഷി ഉയർന്നു കഴിഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി എന്നിവരടങ്ങുന്ന ഇന്ത്യയുടെ നയതന്ത്ര ത്രിമൂർത്തികൾ ലോകരാജ്യങ്ങളുമായി നടത്തിയ നിരന്തരമായിട്ടുള്ള ചർച്ചകളുടെയും യാത്രകളുടെയും ഫലമാണ് ഇന്ന് രാജ്യം അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വം. മുൻപ് മാർച്ചിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ആഗോള പ്രതിസന്ധികളെല്ലാം വളരെ നിസ്സാരമായി പ്രതിരോധിക്കാൻ ഇന്ന് ഇന്ത്യ സജ്ജമാണ്. വിലക്കയറ്റത്തെയും ദൗർബല്യത്തെയും ഭയക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻ ജനതയ്ക്ക് ലോകത്ത് എന്ത് സംഭവിച്ചാലും ഇവിടെ കാര്യങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കൃത്യമായിട്ടുള്ള നേതൃത്വമുണ്ട് എന്ന സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ചുരുക്കത്തിൽ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയർന്നാലും ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള വലിയൊരു ആഘാതം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്ക് ഒട്ടും ഭയമില്ലാതെ ജീവിക്കാൻ തക്കവണ്ണം രാജ്യത്തിന് ചുറ്റും അദൃശ്യമായിട്ടുള്ള ഒരു സുരക്ഷാ കവചം തീർക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഈ ദീർഘവീക്ഷണത്തിന് സാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വമ്പൻ ശക്തികൾ പരസ്പരം പോരടിക്കുമ്പോഴും സ്വന്തം ജനതയുടെ സമാധാനവും സുരക്ഷയും മുൻനിർത്തി ഇന്ത്യ അതിന്റെ ശക്തമായിട്ടുള്ള പ്രയാണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.